മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ ഈ വീക്ക്, ഈ ആഴ്ച നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്ന് തന്നെ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഓവറോൾ ഈ ഒരു 1 വീക്കിനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാമെന്ന്. 1 വീക്കിന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഗൈഡൻസ് കാർഡ്സ് എന്താ പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു 1 വീക്ക്, ഒരാഴ്ച എന്തായിരിക്കും നോക്കാം. Ace of Pentacles, 10 of Pentacles, Hermit, Queen of Cups, ഒന്ന് രണ്ട് തരത്തിൽ കാണുന്നുണ്ട് എനിക്ക് പറ്റുന്നൊക്കെ പറയാൻ. ഞാൻ ആദ്യം കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി വളരെ നല്ലൊരു പീരീഡാണ് ഈ ഒരാഴ്ച. ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ല, എനിക്കിങ്ങനെ നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്ന രീതിയിൽ പറയാൻ തോന്നിപ്പോയി, സോറി. എന്തായാലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരാഴ്ചയാണ് എനിക്ക് കാണുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്ന രീതിക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് ഫയറും ഉണ്ട്, ഏസ് ഓഫ് വോൺസ് ആണിത്. ഏസ് ഓഫ് പെന്റിക്കിൾസും ഏസ് ഓഫ് വോൺസും രണ്ടും ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് യൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു പീരീഡാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ലൈക്ക് ഗ്രോത്ത് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ ഓക്കെ, അഗൈൻ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ പുതിയതായിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും എന്തെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും എന്തെങ്കിലും അങ്ങനെയല്ലല്ലോ. സോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, ജോലിയിലേക്കായിരിക്കാം, ഓക്കെ, ജോലിയുടെ കാര്യത്തിലായിരിക്കാം, പഠിക്കാനായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ക്രിയേറ്റീവായിട്ട്, നിങ്ങൾ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് ജോയിൻ ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലും പഠിക്കാൻ ചേരുന്നതായിരിക്കാം, എന്തുമാവാം. ഓക്കെ, എന്ത് തരത്തിലും നിങ്ങൾ ഒരു എക്സസൈസ് റൂട്ടീൻ പ്ലാൻ ചെയ്യുന്നു, ഡയറ്റ് പ്ലാൻ ചെയ്യുന്നു, എന്തൊരു കാര്യം. ഓക്കെ, നിങ്ങൾ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ മാച്ചായിട്ട് നിങ്ങൾ എടുക്കാം. സോ എന്തായാലും ഇവിടെ ഫൈനാൻഷ്യലി പക്ഷേ എനിക്ക് ഒരു അബണ്ടൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതും കാണുന്നുണ്ട്. ചിലവർക്ക് ഓഫർ, ജോലിയുടെ ഓഫർ ആയിരിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ജോലിയുടെ ഓഫർ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയും എനിക്ക് കാണുന്നുണ്ട്. കാരണം ഇവിടെ 2 കാർഡും ഒരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടും കാണാം. ഓക്കെ, മേ ബി നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി, നിങ്ങൾക്ക് ഗ്രോത്ത്, നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ഇവിടെ 10 of Pentacles കൊണ്ട് ഫാമിലിയുമായിട്ട് ഹാപ്പി ആവുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഫാമിലിയിൽ ഒത്തൊരുമയോടെ പോകുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകും മുന്നോട്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഫാമിലിയെ കെയർ ചെയ്യണം, നിങ്ങളാണ് റെസ്പോൺസിബിൾ ആള് എന്നുണ്ടെങ്കിൽ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന നിങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ, ഐ തിങ്ക് നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യാനും സന്തോഷമായിട്ടൊരു സമയം ഒക്കെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരെയും ചേർത്ത് വെച്ച് നിങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുത്ത് എല്ലാവരും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത്, അഗൈൻ ജോലിയുടെ ഓഫർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തുടങ്ങാൻ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സസൈസിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഓക്കെ, എന്തെങ്കിലും വാങ്ങുന്നത്, എന്തൊക്കെയാ പറയാൻ പറ്റുക ആലോചിക്കണം. കുറച്ച് പേർക്ക് നിങ്ങൾ പാട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ചേരുക, അങ്ങനത്തെ കാര്യങ്ങളും കാണുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എഴുതാനോ ലൈക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലെന്തെങ്കിലും തുടക്കം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോന്നാണ് അല്ലേ. ഫാമിലിയായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ഓവറോൾ ആ എനർജിയാണ് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. നിങ്ങളുടെ കാര്യമായിരിക്കാം. ഇത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം കെയർ ചെയ്യുന്ന പേഴ്സണായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കെയറിങ്, ഗിവിങ് ഒക്കെ ആണ് നിങ്ങൾ, വളരെ ന്യൂച്ചറിങ് ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫാമിലിയെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതായിട്ട്, മേ ബി ലേഡീസ് ആണെങ്കിലും ശരി, ജെൻസ് ആണെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പിന്നെ ഹെർമിറ്റ് ഉണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും നമ്മൾ ആക്ച്വലി ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ആയിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത് മാച്ച് ആവണമെന്നില്ല. ഇത് കാണുന്നത് എനിക്ക് ഒരു ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനവനെ ഒരു
ശരിക്കും നമ്മൾ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ലേശം ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ്. ഓക്കെ, അങ്ങനെ വരാം. സാറ്റിസ്ഫാക്ഷൻ മേ ബി നിങ്ങൾക്ക് ഐ തിങ്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉള്ള പോലെ മനസ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, നിങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാം കൂടെ ഉണ്ട്, നിങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാഡ്നെസ്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. അതുകൊണ്ട് മെൻറ്റോർഷിപ്പ് കാണുന്നുണ്ട്. സോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, ആ വ്യക്തിയായിരിക്കാം ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ നിങ്ങൾ അവനവനിൽ, ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ഒരു നമ്മൾ പറയില്ലേ, ഒരു ഉൾവലിയുന്ന പോലെ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, പുറത്ത് പോകുന്നുണ്ടാവും, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഗെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലൊരു ചെറിയ സാഡ് ഫീലിംഗ്. ഓക്കെ, ബട്ട് അത് ആ പീരീഡ് അങ്ങനെ മോശമല്ല. ബിക്കോസ് എവിടെയോ നിങ്ങൾ അവനവനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതായിരിക്കാം. മേ ബി നിങ്ങൾക്ക് സന്തോഷം എന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് മേ ബി നിങ്ങൾ ഈ ഒരു നേച്ചറൊക്കെ ആണെങ്കിൽ, നിങ്ങൾ എല്ലാവരെയും ഹാപ്പി ആക്കുന്ന നേച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഓക്കെ സംതിങ് മിസ്സിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അഗെയിൻ ഇവിടെ 6 ഓഫ് ഈ ഒരു പാസ്റ്റിൻ്റെ കാര്യം കാണുന്നുണ്ട്. മേ ബി എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു റിലീഫ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു പീരിയഡ് ഓഫ് നമ്മൾ കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നാണെങ്കിൽ ഇനി മുന്നോട്ടൊരു സ്മൂത്ത് ആയിട്ട് പോകുന്ന പോലെയാണ് കാണുന്നത്. മേ ബി ഈ ഒരു പീരീഡ് ചിലപ്പോൾ കഴിഞ്ഞ് കാണാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കുറേ ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നി കാണും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ഒരു അബണ്ടൻസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പിനെസ്സിലേക്ക് വരുന്നതായിട്ടും പറയാം. നമുക്ക് കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു സമാധാനം, പീസ് എല്ലാം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് യാത്ര കാണുന്നുണ്ട്. മേ ബി ട്രാവലിംഗ് ഇൻവോൾവ് ആയിരിക്കാം. ഓക്കെ, ട്രാവലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥലം മാറി പോവുക, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവലിംഗ് ആയിരിക്കാം. മേ ബി ഈ ഒരു കുറച്ചൊന്ന് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഒരു മേ ബി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകുന്നതായിരിക്കാം. അങ്ങനെയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. സോ ബട്ട് എനിവേ ഓവറോൾ നമ്മൾ പറഞ്ഞ പോലെ വളരെ ശാന്തം. ആക്ച്വലി ഹെർമിറ്റും പറയുന്നത് നമ്മളൊരു സമാധാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കലാണ് നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇതും 6 ഓഫ് സോഡ്സും നമ്മൾ പറയുന്നത് മുന്നോട്ട് നമ്മൾ പിന്നിൽ ലൈക്ക് ഇതുവരെ അനുഭവിച്ച ചില വിഷമങ്ങൾ, ഓക്കെ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻസ്, അതിൽ നിന്നൊക്കെ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. സോ ഗുഡ്, ഓവറോൾ ഗുഡ് എനർജി. ഓവർ ഗിവിങ് ചെയ്യാതിരിക്കുക. പക്ഷെ ഓക്കെ, നിങ്ങളുടെ ആ ഒരു നേച്ചർ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നു, ഓവർ ഗിവിങ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും വേണ്ടി അവനവനെ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ബട്ട് അതിപ്പോഴും ഒരുപാട് കാലം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, ഓവർ ചെയ്യരുത്. ഓക്കെ, ഇന്നർ വോയിസ്, ഹെർമിറ്റ്, ഇന്നർ വോയിസ് എന്തോ നിങ്ങളോട് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറയുന്നുണ്ട്. ബ്രേക്ക് ത്രൂ, ഗിൽട്ട് ഉണ്ട് എന്തിനാണ്. ഓക്കെ, ഫ്ലവറിങ്, ഓക്കെ, വെരി നൈസ്. ആൻഡ് ഗൈഡൻസ്. ഹെർമിറ്റിൻ്റെ കാർഡ് നമുക്ക് 2 റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. എക്സിസ്റ്റൻസ്. ഓക്കെ, എവിടെയോ നിങ്ങളോട് പറയുന്നത് ഗൈഡൻസ് എടുക്കാൻ പറയുന്നുണ്ട്. ഇന്നർ വോയിസ് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ഹെർമിറ്റ് കാർഡുമായിട്ട് മാച്ചാണ്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇതിൽ നിന്ന് മുന്നോട്ട് പോവുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ അവനവനോട് തന്നെ ചോദിക്കുക. നിങ്ങൾ ഇന്നർ വോയിസ് കേൾക്കുക, നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത്. ഓക്കെ, അതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഗൈഡ് ചെയ്യും കറക്റ്റായിട്ട് നിങ്ങളെ ലൈക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. എന്താണ് നിങ്ങൾക്ക് നല്ലത്, ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എല്ലാം നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് പറയും. സോ അത് ആദ്യം കേൾക്കാൻ പഠിക്കൂ. ഓക്കെ, അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. വട്ട് എവർ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് തോട്ട് വരുന്നത് അത് കറക്റ്റ് ആയിരിക്കും. സോ അത് കേൾക്കാൻ പഠിക്കാം. ഓക്കെ, ഹെർമിറ്റ് കാർഡിന്റെ നമുക്ക് 2 റെപ്രസെന്റേഷൻസ്. സോ നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് ടേൺ ഇൻവേർഡ്സ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഗിൽട്ട് ഉണ്ട് നിങ്ങൾക്ക്. മേ ബി നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഒരു ഗിൽട്ട് ഉണ്ടായി കാണാം, ഒരു റിഗ്രറ്റ് ഉണ്ടാവും. ഞാൻ നമ്മൾ പറയില്ലേ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് അങ്ങനെ സാധിക്കില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാനും എല്ലാവരെയും സന്തോഷിപ്പിച്ച് വെക്കാനും ഒരിക്കലും സാധിക്കില്ല. എന്തൊക്കെ ചെയ്താലും അവസാനം ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. ഓക്കെ, സോ മനസ്സിലാക്കുക. അത് ഒരിക്കലും നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തണ്ട എന്നൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ,
നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ ഫ്ലവറിങ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രോത്തിന്റെ പീരീഡ് കാണുന്നുണ്ട്, അബണ്ടൻസിന്റെ ഒരു ബ്രേക്ക് ത്രൂ വരുന്നുണ്ട് നിങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വരും, നിങ്ങൾക്ക് എല്ലാം ഒന്ന് മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെ പാസ്റ്റിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായി കാണുന്നുണ്ട്, എനിക്ക് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില പുതിയ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് ആയിരിക്കാം, എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില റിയലൈസേഷൻസ് എന്ന് പറയാം, ചില തിരിച്ചറിവുകൾ തിരിച്ചറിവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്ന പോലെ. ഓക്കെ, അങ്ങനെയും പറയാം ബ്രേക്ക് ത്രൂ. ഓക്കെ, ഒരു സൊല്യൂഷൻ കിട്ടാതെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ ആ പ്രോബ്ലമിന് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നിങ്ങൾ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ വരും. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് ചെയ്യാൻ, അതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും, അതും ആവാം. ഓക്കെ, സോ ഓവറോൾ വളരെ നല്ല പീരീഡ് ആണ് വരാൻ പോകുന്നത്. ബട്ട് എവിടെയോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കൂ. അതിന് നിങ്ങൾ ആരോടെയും ഗൈഡൻസ് ചോദിക്കൂ, ഹെൽപ്പ് ചോദിക്കൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇന്നർ വോയിസ് കേൾക്കൂ. നിങ്ങൾ ചെയ്യുന്നത് പോരാ എന്നൊന്നും നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം ഇവിടെ പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഫാമിലി, കരിയർ, നമ്മളൊരു റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്കൊക്കെയാണ് പറയുക. സോ മേ ബി എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾ ചെയ്യുന്ന പോരാ എന്നായിരിക്കാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ച് വെക്കാനൊന്നും സാധിക്കില്ല. ഓക്കെ, എല്ലാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു വിഷമം ഒരിക്കലും വേണ്ട, നിങ്ങളുടെ ഉള്ളിൽ റിഗ്രറ്റ്, ഒരു ഗിൽട്ട് വേണ്ട, ഒരു കുറ്റബോധം നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, അത് മാറ്റിയെടുക്കും. എന്തായാലും അതിനുശേഷം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ വളരെ ഒന്ന് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. മനസ്സിൽ ആ ഒരു ടെൻഷൻ നിന്ന് മാത്രം ഒന്ന് പുറത്തു വരാൻ ശ്രമിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.